ബ്ലഡ് ഒരുപാട് പോയി. ശരീരത്തിൽ ബ്ലഡ് കുറവായിരുന്നു. അപ്പം ഞങ്ങൾ ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് കുറവുള്ള ആൾക്കാർക്ക് ഇതാണ് സേഫ് എന്നാണ് പറഞ്ഞത്. ഈ റോബോട്ടിക് സർജറിയാണ് സേഫ് എന്നാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ പേര് ഉഷ എന്നാണ്. എൻ്റെ വീട് റാന്നിയിലാണ്. എനിക്ക് യൂട്രസ് റിമൂവ് ചെയ്യേണ്ടതായിട്ട് വന്നു. അതായത് എനിക്ക് ബ്ലീഡിങ് ആയിരുന്നു. ബ്ലീഡിങ് ആയിട്ട് എൻ്റെ ബ്ലഡ് ഒരുപാട് പോയി. ശരീരത്തിൽ ബ്ലഡ് കുറവായിരുന്നു. അപ്പം ഞങ്ങൾ ഡോക്ടർ പ്രശാന്ത് ഡോക്ടറിനെ പോയി കണ്ടു. സാറ് പറഞ്ഞു യൂട്രസ് റിമൂവ് ചെയ്യണമെന്ന്. അപ്പം ആദ്യം ഞങ്ങളോട് ലാപ്രോസ്കോപ്പിക് സർജറിയാണ് പറഞ്ഞത്. പിന്നെ ഡോക്ടർ സർജറി സമയമായപ്പോൾ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ റോബോട്ടിക് സർജറി ചെയ്യുന്നുണ്ട്, അത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഹസ്ബൻഡ് സമ്മതിച്ചു. ഞങ്ങളത് ചെയ്തു. വളരെ ഹാപ്പിയാണ്. എനിക്കിപ്പോൾ യാതൊരു പ്രശ്നവുമില്ല, ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല അത് ചെയ്തതിന് ശേഷം. എൻ്റെ പേര് ബിനോയ് എന്നാണ്. ഞങ്ങൾ റാന്നിയിൽ നിന്ന് വരികയാണ്. വൈഫിൻ്റെ സർജറി കാര്യങ്ങൾക്കായി ഞങ്ങൾ പ്രശാന്ത് ഡോക്ടറിനെ സമീപിക്കുകയും അങ്ങനെ ഞങ്ങൾ സാറ് കാരിത്താസിലേക്ക് ഞങ്ങളെ വിളിക്കുകയും അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേന് റോബോട്ടിക് സർജറി ചെയ്യാമെന്നുള്ള തീരുമാനത്തിൽ ഞങ്ങൾ അത് ചെയ്യുകയും ചെയ്തു. നല്ല സക്സസ് ആയിരുന്നു. വൈഫിന് നല്ല സുഖമായി. രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോയി. യാതൊരു പ്രശ്നവുമില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ നടത്തി സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ബ്ലഡ് കുറവിൻ്റെ ആ ഒരു പ്രയാസം മാത്രമേ ഉള്ളൂ. അത് ഇങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് കുറവുള്ള ആൾക്കാർക്ക് ഇതാണ് സേഫ് എന്നാണ് പറഞ്ഞത്. ഈ റോബോട്ടിക് സർജറിയാണ് സേഫ് എന്നാണ് എന്നോട് പറഞ്ഞത്. ഞങ്ങൾ സമ്മതിച്ചു, ചെയ്തു. കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ കുറച്ച് ദിവസത്തിന് വെയിറ്റ് ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ബ്ലീഡിങ്ങോ മറ്റ് അതികഠിനമായ വേദനയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. വൈഫിൻ്റെ എല്ലാ ചികിത്സയും ഇവിടുത്തെ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ നല്ല പ്രവർത്തനവും നല്ല സപ്പോർട്ടിങ്ങും ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഞങ്ങളൊന്നും ഞാനായിരുന്നു കൂട്ടത്തിൽ വൈഫിൻ്റെ നിന്നത്. ഞാനൊന്നും അറിഞ്ഞില്ല. എല്ലാം നല്ല കെയറായിട്ട് തന്നെ കാരിത്താസ് ഹോസ്പിറ്റലിൻ്റെ എല്ലാ സ്റ്റാഫിനെയും എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഞങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൽ ഇവിടെ ആശുപത്രി കയറിയത് കൊണ്ട് ഒന്നും ഉണ്ടായില്ല. പ്രശാന്ത് ഡോക്ടർക്ക് എൻ്റെ വൈഫിൻ്റെ നന്ദി ഞങ്ങൾ പറഞ്ഞു കൊടുക്കും.